പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ആദ്യം പല പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ BJPയിൽ കുറച്ച് കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പാർട്ടിക്കും ഞാൻ വോട്ട് ചെയ്യില്ല. പിന്നെ ഒരു പാർട്ടീൻ്റെ പ്രവർത്തിക്കുകയില്ല. പിന്നെ ഒരു പാർട്ടിയും ഭരണത്തിൽ വരാൻ എനിക്ക് താല്പര്യമില്ല. മനുഷ്യൻ നന്നായി നല്ല വ്യക്തികളുണ്ടായാൽ മതി. പിന്നെ പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. കമൻ്റ് ഇടുക. കമൻ്റ് ഇട്ട് ഞാൻ നമ്പർ തരും. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്താണ് പ്രശ്നം, ഇപ്പം ഒരുപാട് ചെറുപ്പക്കാർക്ക് ഞാനും കല്യാണം കഴിച്ചില്ല, 35 വയസ്സായി. ഞാൻ കല്യാണം കഴിക്കാനും പോകുന്നില്ല. നല്ല കല്യാണം കഴിക്കാൻ നല്ല കുട്ടികളെ കിട്ടണ്ടേ, പിന്നെ നല്ല പെൺകുട്ടിയൊക്കെ നല്ല ആൺകുട്ടികളെ കിട്ടണ്ടേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളുള്ള ഈ ഒരു കാലത്ത് കല്യാണം കഴിച്ചിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ എന്തായാലും കഴിക്കുന്നില്ല. പിന്നെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ്. ഞാൻ നല്ല മാന്യനൊന്നുമല്ല. പിന്നെ ആ തെറ്റ് ഞാനിങ്ങനെ ആവർത്തിക്കില്ല. അപ്പം മറ്റുള്ളവരും തെറ്റ് ആവർത്തിക്കരുതെന്നേ പറയില്ല. തെറ്റുകളൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ മനുഷ്യനാകുമ്പോൾ തെറ്റും കുറ്റങ്ങളൊക്കെ പറ്റും. മനുഷ്യനും മൃഗങ്ങൾക്കൊക്കെ പറ്റും. ഒരു മൃഗത്തിന് അങ്ങോട്ട് ചെയ്താലേ ആ മൃഗം അങ്ങോട്ട് ചെയ്യുള്ളൂ. പിന്നെ ആ മൃഗത്തിന് കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത മൃഗങ്ങളാണെങ്കിൽ മനുഷ്യനെ കടിക്കാൻ പോകും. പുലിയായാലും നായയായാലും പൂച്ചയായാലും അങ്ങനെ തന്നെയാണ്. പൂച്ചേനെ ചവിട്ടിയാൽ പൂച്ച മാന്തും. പൂച്ചനെ കല്ലെറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ച എന്ത് ചെയ്യും? പൂച്ച ഓടും. പൂച്ചക്ക് എന്താ വെച്ചാൽ തിരിച്ച് കല്ലെറിയാൻ അറിയില്ലല്ലോ. കടിക്കാൻ പോയാൽ പൂച്ച എന്തായാലും തിരിച്ച് കടിക്കും. മാന്താൻ പോയാൽ പൂച്ച മാന്തും. അപ്പോൾ മറ്റുള്ള മൃഗങ്ങളെയും ആനിമലിനെയും മനുഷ്യനെയും ഹ്യൂമനായിട്ടുള്ള ഈ ലോകത്തുള്ള എന്തിനെയും ഉപദ്രവിക്കാതെ നിൽക്കുക. പറ്റുന്നവർ ഉപദ്രവിച്ച് നോക്കുക. പിന്നെ എന്താ വെച്ചാൽ ഓരോ രോഗങ്ങളും കാര്യങ്ങളും വന്നിട്ട് ഇപ്പം എല്ലാവർക്കും രോഗങ്ങളും അസുഖങ്ങളാണ്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിലും പിന്നെ കാവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഓല അങ്ങോട്ട് ചെയ്യട്ടെ കർമ്മങ്ങളും കാര്യങ്ങളും, എന്നിട്ട് ഓല നന്നാകട്ടെ. പിന്നെ ഈ കൊടുങ്ങല്ലൂർ ഈ പ്രാവശ്യം ഞാൻ പോവും ഭരണിക്ക്. കൊടുങ്ങല്ലൂർ കോയിനെ കൊല്ലാൻ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുറേ ടീമൊക്കെ വന്ന് കൊന്നു പോയതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയില്ല. അതിന് മുന്നത്തെ പ്രാവശ്യം കോയിനെ കൊന്നിന്. ഈ പ്രാവശ്യം കോയി കൊല്ലുന്നതിൻ്റെ ഞാൻ എന്താ ചെയ്യാമെന്നുള്ള ലൈവായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ ഏട്ടന്മാരായിക്കോട്ടെ, പാപ്പന്മാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, കോഴി ജീവനുള്ളൊരു വസ്തുവാണ്. ചോര കാണിക്കുന്ന പരിപാടിക്ക് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ചോര ഒഴുകും. രോഗങ്ങളായിട്ട് കുറേ ആൾക്കാർ മരിക്കും. ഈ പറയുന്ന വാക്ക് ഞാൻ വെറുതെ പറയല്ല. ഒരു വീട്ടിലൊരു രോഗി ഇല്ലാത്തൊരു വീടുണ്ടാവില്ല. എൻ്റെ വീട്ടിൽ ഒരുപാട് പേർക്ക് രോഗങ്ങൾ, എനിക്കൊരു രോഗങ്ങളുമില്ല. എനിക്കിപ്പോൾ എന്നുണ്ടെങ്കിൽ തുന്നലോ കാല് മുറിയിലോ അങ്ങനെ അല്ലാതെ കാലിന് മുറിച്ചിൽ, മുഖത്ത് മുറിച്ചിൽ, മുറിവൊക്കെ ഉണ്ടാവും. അത് സാധാരണ, അത് താനേ ഉണങ്ങിക്കോളും. അത് ചിലപ്പം പഴുത്ത് കഴിഞ്ഞ് കുറച്ചോ വെള്ളത്തിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുത്തത് മീൻ കൊത്തി തിന്നു. പിന്നെ മൃഗങ്ങളൊക്കെ മുറിവ് വരുന്നുണ്ടെങ്കിൽ ജലത്തിലാണ് ഇറങ്ങൽ, അതായത് പുഴകളിലാണ് ഇറങ്ങൽ. കാലിന് മുറിവെട്ടുണ്ടെങ്കിൽ ആനയൊക്കെ ഒരുപാട് നേരം ജലത്തിലിറങ്ങും.